ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാഷകൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത്. മുഴുവനല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മളിന്ന് വിചിന്തനം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പ്രതികാരം ചെയ്യണ്ട, അത് ദൈവം ചെയ്തോളൂ. ഇതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നൊരു നിമിഷം. നമുക്ക് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ജീവിതത്തിൽ വലിയ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ വിഷമവും പകയും നിരാശയും, പ്രതികാരം ചെയ്യണം, ഇതെന്നോട് ചെയ്ത ആൾക്ക് നഷ്ടം ഉണ്ടാകണം, നാശം ഉണ്ടാകണം, അവനിതിനെ അനുഭവിക്കണം എന്നുള്ള ചിന്തകളൊക്കെയാണ് പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ വന്നത്. അത് ചെയ്തത് ശരിയായില്ല, അവന് കിട്ടണം. നല്ല ദൈവമേ, ഇന്ന് അങ്ങ് ഞങ്ങളോട് പറയുകയാണത് വേണ്ട, നീ അത് അങ്ങനെ ആഗ്രഹിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്നത്തെ ഈ ശുശ്രൂഷ വഴിയായി അങ്ങനെ ഒരു വലിയൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വലിയ വിഷമമുള്ളൊരു കാര്യം ദൈവം നമ്മളോട് പറയാൻ പോവാണ്. അവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ അത് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് പ്രഭാഷകൻ 28-ൽ ദൈവം പറയുക, മക്കളെ, നിങ്ങൾ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അതാണ് കർത്താവ് 28:1 കർത്താവ് പറയുന്നത്. അയൽക്കാരൻ്റെ തിന്മകൾ നീ ക്ഷമിച്ചാൽ ഞാൻ നിന്നോടും ക്ഷമിക്കും. വീണ്ടും കർത്താവ് പറയാ, പക വെച്ച് പുലർത്തുന്നവനാണ് നീയെങ്കിൽ എന്നിൽ നിന്ന് നിനക്ക് കരുണ എങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിയമാവർത്തനത്തിൽ പറയുന്ന പോലെ, ഏതാ ജീവനും മരണവും നിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് വെച്ചിരിക്കുകയാണ്. ഇന്ന് കർത്താവ് വയ്ക്കുന്നൊരു ഓപ്ഷൻ എന്താണെന്നറിയാമോ? നിനക്ക് നീ പ്രതികാരം ചെയ്യാതെ എനിക്ക് നീ അത് വിട്ടുതരാമോ? ഇതാണ് കർത്താവ് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ആരോടാണ് നമ്മൾ സാധാരണ പ്രതികാരം ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക? ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈശോ എന്താ ചെയ്യണമെന്നറിയാമോ? ഈശോ ഒരു ജീവിതം പഠിപ്പിക്കുകയാണ്, ഒരു ജീവിത ശൈലി ഈശോ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു ശൈലി ഈശോ പഠിപ്പിക്കുകയാണ്. അല്ലാതെ ആ പ്രാർത്ഥനകൾ അതിൻ്റെ ഒരു മാജിക് മന്ത്രം പോലെ ഒരു പ്രാർത്ഥന ഈശോ ചെല്ലാൻ പഠിപ്പിച്ചതല്ല. അതൊരു ശൈലി ഈശോ പഠിപ്പിച്ചാണ്. അത് മനസ്സിലാക്കണം, ശിഷ്യന്മാരത് മനസ്സിലാക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഈശോയുടെ അടുത്ത് വന്ന് ശിഷ്യന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ അന്നു വേണ്ട ആഹാരം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പൊറുക്കണമേ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇതൊരു ജീവിതശൈലിയാണ്. ഈ ജീവിതശൈലി ഇല്ലാതെ ഈ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കർത്താവിൻ്റെ വചനം അതല്ല പറയുന്നത്. പ്രഭാഷകൻ 28:3 മറ്റുള്ള ഒരാളോട് നിനക്ക് പകയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണ എങ്ങനെ നിനക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? നമ്മളെങ്ങനെ പ്രതീക്ഷിക്കാതെ? എൻ്റെ സഹോദരങ്ങൾ, 100 കണക്കിന് ഉദാഹരണങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും, പക്ഷെ അതിലൊന്നും നമുക്ക് സമയമില്ല. വചനം മാത്രം ധ്യാനിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദൈവം പഠിപ്പിച്ചു കൊടുക്കുക, നിൻ്റെ കടക്കാരനാണ്, നിനക്ക് കടക്കാരനുണ്ടാവണം. നിനക്ക് കടക്കാരനാണ്. ആരെൻ്റെ കടക്കാരൻ? കടക്കാരൻ ആരാണെന്നറിയാവോ? എന്നിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് എനിക്ക് തരാത്ത ആൾ. ഇപ്പോൾ എന്നെ ഉപദ്രവിച്ചിട്ട് എന്നോട് ക്ഷമ ചോദിക്കാത്ത ആളാണ് ആര്? എൻ്റെ കടക്കാരൻ. അപ്പം ഞാൻ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഒരു വണ്ടിക്കാരൻ പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് സൈഡ് റോട്ടിൽ നിന്ന് അങ്ങോട്ട് വണ്ടി എടുക്കുകയാണ്. എന്നിട്ട് അയാൾ കൂളായിട്ട് ഓടിച്ചു പോവുക. അയാൾക്ക് എന്നോട് ക്ഷമ ചോദിക്കാനായിട്ട് പറ്റില്ല. അയാൾ എൻ്റെ ഒരു കടക്കാരനാണ്. അയാൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഞാനാണത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായില്ല. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അവൻ്റെ കടം നീ അങ്ങ് ക്ഷമിക്കുക, അവൻ്റെ കടം നീ അങ്ങ് ക്ഷമിക്കുക. പിന്നെ കർത്താവിന് കരുണ കാണിക്കണമെങ്കിൽ, നമ്മളോട് കർത്താവിന് കരുണ കാണിക്കണമെങ്കിൽ കർത്താവ് വയ്ക്കുന്ന പ്രപ്പോസൽ ഇതാണ്, നീ നിൻ്റെ കടക്കാരനോട് ക്ഷമിക്കാം. നമ്മൾ നമുക്ക് ഒരുപാട് കടക്കാരുണ്ട്. നിന്നോട് നന്ദി പറയാത്ത ആൾ നിൻ്റെ കടക്കാരനാണ്.
നിന്നോട് പൈസ വാങ്ങിയിട്ട് തിരിച്ചു തന്നിട്ടുണ്ടാവും, പക്ഷേ ഒരു സ്നേഹമില്ലാതെ തിരിച്ചു തന്ന ആൾ നിൻ്റെ കടക്കാരനാണ്. നിന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആൾ നിൻ്റെ കടക്കാരനാണ്. നിന്നെ പീഡിപ്പിച്ചിട്ടുള്ള ആൾ നിൻ്റെ കടക്കാരനാണ്. ചിലപ്പോൾ നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ, നിൻ്റെ മാതാപിതാക്കൾ ഒക്കെ നിൻ്റെ കടക്കാരായിട്ട് മാറിയിട്ടുണ്ടാകാം. കർത്താവ് പറയാ, നീ അവരോട് ക്ഷമിക്കണം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് കുറച്ച് ആഴത്തിലൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ചെയ്ത കുറ്റത്തിന് ആരാണ് ശിക്ഷ കൊടുക്കുക, അല്ലേ? അതല്ല നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യം. ഇപ്പോൾ എന്നോട് ഈ തെറ്റ് ചെയ്തു, മാതാപിതാക്കളെ വയസ്സായിട്ട് നോക്കിയില്ല, എൻ്റെ മക്കളോട് ഞാൻ ക്ഷമിച്ച കാര്യം ഓക്കെ, പക്ഷെ അവൻ ചെയ്തൊരു കുറ്റം തന്നെയല്ലേ, സ്റ്റിൽ അതൊരു തെറ്റല്ലേ? ആ തെറ്റിന് എന്ത് ശിക്ഷയാണ് കൊടുക്കുക? എന്താണ്, ആരാണിത് ഇതിനുള്ള പ്രതിഫലം കൊടുക്കുക? കർത്താവ് പറയാതെ നിങ്ങൾ ഏറ്റെടുക്കണ്ട, ഞാൻ ഏറ്റെടുത്തോളാം. അതിൻ്റെ കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഈ വചനം എങ്ങനെ പറയുന്നത്? റോമാലേഖനം 12-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ വചനം എങ്ങനെ പറയുക? പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. നിങ്ങളുടെ പ്രതികാരം ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. ദൈവം ഇങ്ങനെ വചനത്തിലൂടെ അരുളി ചെയ്യുകയാണ്, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടു. റോമ 12:19 പറയാം. അപ്പോൾ ഇത് ആരെ ചെയ്യുക? ദൈവം ചെയ്തോളും. ദൈവത്തിൻ്റെ വചനം പറയാം. അത് ദൈവം എങ്ങനെ ചെയ്യും? അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവം ചെയ്യണം നമ്മൾ പറയരുത്. അതൊക്കെ ദൈവം ചെയ്തോളും. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അത് പറയാനായിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ പറയാം, ഞാൻ പ്രതികാരം ചെയ്യും, ഞാൻ പകരം വീട്ടും. ദൈവം വചനത്തിൽ പറഞ്ഞു, ദൈവം ചെയ്യും. പിന്നെ നമ്മൾ സംശയിക്കരുത്. നിയമാവർത്തനം 32:35 പറയാം, അവൻ കാൽ വഴുതി വീണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവനോട് പ്രതികാരം ചെയ്ത. ദൈവത്തിൻ്റെ പ്രതികാരം അവൻ നശിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവൻ കാൽ വഴുതി വീണത് തീർച്ചയായിട്ടും ഞാൻ അവന് കൊടുത്ത ഒരു പ്രതികാരമാണ്, പകരം വീട്ടിയതാണ്. ആർക്കോ വേണ്ടി ദൈവം അവനോട് ചോദിച്ചതാണ്, കണക്ക് ചോദിച്ചതാണ്. ദൈവം തീർച്ചയായിട്ടും കണക്ക് ചോദിക്കുന്നവനാണ്. ദൈവം അവിടെ നിന്ന് വിധിക്കുന്നവനാണെന്ന് നീ അറിയണം എന്ന് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 30-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നിന്ന് വിധിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നിയമാവർത്തനം 32-35 പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവം ചെയ്തതാണ്, പക്ഷേ അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആണ് ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ പ്രത്യേകത, അതാണ്. നശിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, ദൈവം ചെയ്യുമ്പോൾ എന്താണ് ഗുണം? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കുക, നിങ്ങൾക്ക് പക വേണ്ട, നിന്റെ ജനത്തിനോട് പക വേണ്ട. നമ്മൾ പകരം വീട്ടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം പറയാം, തിന്മയ്ക്ക് പകരം നീ തിന്മ ചെയ്യരുത്, പകരം വീട്ടു എന്ന് നീ പറയരുത്. എന്താ അതിൻ്റെ പ്രശ്നം? കർത്താവ് പറയാൻ, അങ്ങനെ ചെയ്യരുത്. നീ ദൈവത്തിൽ സഹായം ചോദിക്കുക, അതാ വേണ്ടത്. ദൈവത്തോട് സഹായം ചോദിക്കുക എന്നാ വേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. അതുപോലെ സുഭാഷിതം 24:29 എന്നോട് ചെയ്തതുപോലെ തന്നെ ഞാൻ അവനോട് ചെയ്യും. ഈ 2 വചനങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണേ. ഒന്നാമത്, ഞാൻ പകരം വീട്ടു എന്ന് നീ പറയരുത്. കർത്താവ് പറയാം, എന്നാൽ നമ്മൾ പകരം വീട്ടിയാൽ ഞാൻ എന്താ കുഴപ്പം? ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയാം. 28-ാമത്തെ അധ്യായം പ്രഭാഷകൻ്റെ പുസ്തകം 10-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നത്, വിറകിനൊത്ത് തീ ആളുന്നു. അപ്പോൾ വിറകെന്നാ? വികാരം ഇങ്ങനെ ആളിക്കത്തുകയാണ്. നമ്മുടെ പക കൂടുന്തോറും നമ്മുടെ വികാരം ഇങ്ങനെ ആളിക്കത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ദുഷാഢ്യത്തിനൊത്ത് കലഹം ഉണ്ടാകും, കരുത്തിനൊത്ത് കോപം ഉണ്ടാകും, ധനത്തിനൊത്ത് ക്രോധം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞുതരാൻ പ്രയാസം. ഒരാൾക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്കൊരു 15 വയസ്സും ഒരാൾക്കൊരു 10 വയസ്സും, 2 ആമ്പിള്ളേർ. 10 വയസ്സായ കുട്ടി വന്നിട്ട് ചേട്ടനെ ഇടിക്കുകയാണ്, ഒരു ഇടി കൊടുത്തു ചേട്ടന്. അപ്പോൾ 16 വയസ്സായ ചേട്ടൻ പറയാ, സുഭാഷിതങ്ങൾ 24:29 പറഞ്ഞു, എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ നിന്നോടും പ്രവർത്തിക്കും. എന്നിട്ട് അവനൊരു ഇടി തിരിച്ചിടിക്കുകയാണെന്ന് വിചാരിക്കുക. അതേ സ്പീഡിൽ അതേ ശക്തിയോടെ 10 വയസ്സുകാരനെ ഇടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 10 വയസ്സുകാരന് കിട്ടിയതാണ് കൂടുതൽ വേദന, 16 വയസ്സുകാരന് കിട്ടിയതാണ് കൂടുതൽ വേദന? രണ്ടും ഒരേ വേഗതയിൽ ഒരേ ശക്തിയിൽ ഇടിച്ചതാണ്. ആർക്കാണ് കൂടുതൽ വേദനിക്കുക? ഈ ഇടിച്ച സ്ഥലവും അതൊക്കെ പ്രത്യേകതയുള്ള കാര്യങ്ങളാണ്, അതൊക്കെ വിടാം നമുക്ക്. ഇത് മാത്രം ചിന്തിക്കുക, അതേ സ്ഥലത്ത് തന്നെ ഇടിച്ചു എന്ന് വിചാരിക്കുക. ആർക്കാണ് കൂടുതൽ വേദന എടുക്കുക? ആരാണ് കൂടുതൽ അപകടത്തിൽ പെടുക? 10 വയസ്സായ കുട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്താ എൻ്റെ വിഷയം എന്നറിയാവോ? കരുത്തിനൊത്ത് കോപം, അതിനൊത്ത് തീ ആളിക്കത്തും. ഒരാളുടെ കരുത്തിനൊത്ത് തീ അതേ വേഗതയിൽ ഇടിച്ചാലും
കരുത്ത് കുറവുള്ള ആളാണെന്നുണ്ടെങ്കിലോ അതേ വേഗതയിലാണ് ഇടിച്ചെന്നുണ്ടെങ്കിലും അവന് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ, നമുക്ക് ഇങ്ങനൊരു മെക്കാനിസം ഇല്ല. എന്നോട് ചെയ്തതുപോലെ തന്നെ ഞാൻ അവനോട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഇമ്പോസിബിളാണ്, അത് നടക്കില്ല. കാരണം എന്നോട് ചെയ്ത അതേ കാര്യം തന്നെ അവനോട് ചെയ്താലും ചിലപ്പോൾ ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന അവൻ അനുഭവിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കുറവ് വേദന അവൻ അനുഭവിച്ചാലോ, രണ്ടായാലും പ്രശ്നമല്ലേ. എങ്ങനെയാണ് അവൻ ഞാൻ അനുഭവിച്ച അതേ വേദന തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക? നോക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ ഞാൻ പിടിച്ചു വാങ്ങുന്നതും വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് 100 ദിവസത്തേക്കുള്ള ഭക്ഷണം കയ്യിലുള്ളത് 100 രൂപ പിടിച്ചു വാങ്ങുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ 100 രൂപയാണ് ഞാൻ പിടിച്ചു വാങ്ങിയത്, പക്ഷേ 2 പേർക്കും അതുവഴിയായിട്ടുള്ള ഇമ്പാക്റ്റ് വ്യത്യസ്തമാണ്. ഇതുപോലെയാണ് ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുമ്പോഴും കോപിക്കുമ്പോഴും തകർക്കുമ്പോഴും ഇടിക്കുമ്പോഴും പരാതി പറയുമ്പോഴും പരദൂഷണം പറയുമ്പോഴും കുറ്റം പറയുമ്പോഴും പ്രതികാരം ചെയ്യുമ്പോഴും നാശം പ്രാർത്ഥിക്കുമ്പോഴും ശപിക്കുമ്പോഴും എന്തായാലും കുഴപ്പമെന്നറിയാവോ, നമുക്കറിയില്ല. നമുക്ക് കിട്ടിയ അതേ വേവ് ലെങ്ത്തിലാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ കർത്താവ് നമ്മോട് പറയാം, മോനെ നിനക്കറിയില്ല, എനിക്കറിയാം. സങ്കീർത്തനം 139 പറയാം, എനിക്കെല്ലാം അറിയാം, എല്ലാം അറിയാം എനിക്ക്. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം കർത്താവിൻ്റെ വചനം പറയാം, എല്ലാം അറിയാം, എൻ്റെ മുമ്പിൽ എല്ലാം വ്യക്തമാണ്. വ്യക്തമായ ദൈവത്തിനറിയാം എന്താണ് കൊടുക്കേണ്ടത്. അവിടെ കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക, എന്നോട് പ്രവർത്തിച്ച പോലെ തന്നെ ഞാൻ അവനോട് പ്രവർത്തിക്കുമെന്ന് നീ പറയരുത്. അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഇനി ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു സഹോദരൻ, അവൻ്റെ വികാരവും ധനവും വളരെ കൂടുതലാണ്. അപ്പോൾ അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ഉണ്ടായ സംഭവമാണ്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു സഹോദരൻ ഗേറ്റ് തുറക്കാൻ വൈകി എന്നതിൻ്റെ പേരിൽ ആ വാഹനത്തിൽ നിന്ന് ഡ്രൈവ് ചെയ്ത സഹോദരൻ ഇവനെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങ് ഓടിച്ചു വണ്ടി. ശരിയാണ്, ഇയാൾ ഗേറ്റ് തുറക്കാൻ വൈകിട്ടുണ്ടാവാം, അറിഞ്ഞുകൂടാ, വൈകിട്ടുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടെങ്കിൽ തെറ്റ്, ശരി. പക്ഷെ ഞാനതിന് പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എൻ്റെ കരുത്തിനൊത്ത് കോപം, എൻ്റെ ധനത്തിനൊത്ത് ക്രോധം, അത് ഭയങ്കരമായിട്ട് നമുക്ക് പൈസയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് പണം കൂടി ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രതികാരം അവൻ അർഹിക്കുന്നതിനേക്കാൾ ഭയങ്കര ഭീകരമായിരിക്കും, ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ഇവൻ ആ വണ്ടി ഇടിച്ച് ആ സഹോദരനെ കൊലപ്പെടുത്തിയ ആ വേദന ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞുതരാം, മക്കളെ നിങ്ങൾ ചെയ്യരുത്, പ്രതികാരം ചെയ്യാൻ പോകരുത്. കാരണം നിനക്ക് പറ്റില്ല. അവനെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് വിധിച്ച് പ്രതികാരം ചെയ്യാനുള്ള കഴിവ് നിനക്കില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ അത് ഓർമ്മിപ്പിച്ച് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ ശത്രുവിന് വിശന്നാൽ നീ ആഹാരം കൊടുക്കുക, ദാഹിച്ചാൽ വെള്ളം കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. ഇനി കൂട്ടിയില്ലെങ്കിലോ ദൈവം ചെയ്തോളും. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഇത് ചെയ്താൽ മതി, എൻ്റെ വികാരം നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരു മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ അപ്പനോട് പറഞ്ഞു അത് പറ്റില്ല. അപ്പന് ദേഷ്യം വന്നു, എനിക്കും ദേഷ്യം വന്നു. അപ്പൻ എന്നെ ഒരു അടി അടിച്ചു, ഞാൻ തിരിച്ച് അപ്പനടിച്ചു. അപ്പം എന്താ പ്രശ്നം? അപ്പൻ ദേഷ്യപ്പെട്ടു, ഇവനും ദേഷ്യപ്പെട്ടു, ഈക്വലൻ്റ് ആയോ? അപ്പൻ ഇവനടിച്ചു, ഇവൻ അപ്പനടിച്ചു, ഈക്വലൻ്റ് ആണോ? ഒരേ അടിയാണ്, ഒരേ കാര്യമാണ് നടന്നത്, പക്ഷേ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഡേഞ്ചർ സോണിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവും, ചില ആളുകൾക്ക് അറിയില്ല എന്തിനാണ് പരസ്പരം പ്രതികാരം ചെയ്യണമെന്ന്. ഞാൻ ആലോചിക്കുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിചയമില്ലെങ്കിലും, പാകിസ്ഥാൻകാരെ ആരും അറിയില്ലെങ്കിലും, പാകിസ്ഥാനും നമ്മളായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലെങ്കിലും, അവരെ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് നമുക്കറിയില്ലെങ്കിലും, നമ്മൾ അറിയാണ്ട് ആഗ്രഹിക്കും പാകിസ്ഥാൻ തോൽക്കണം. അപ്പോൾ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണെന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. ഇനി നോക്കുക, എൻ്റെ പ്രൊഫസർ, പാകിസ്ഥാനും ഇംഗ്ലണ്ടും കൂടി കളിക്കുകയാണെന്ന് വിചാരിക്കുക, എന്നാലും നമ്മൾ ആഗ്രഹിക്കും എന്ന് പാകിസ്ഥാൻ തോൽക്കണം. പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പാകിസ്ഥാൻ തോൽക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ ഈ ജനത്തിനോടുള്ള പകകൾ, ഏതെങ്കിലും മതവിഭാഗത്തിനോട്, ഏതെങ്കിലും വ്യക്തികളോട്, ഏതെങ്കിലും കുടുംബത്തോട്, ഏതെങ്കിലും ഇടവകയോട്, ഏതെങ്കിലും അച്ഛന്മാരോട്, ഭയങ്കര ഡേഞ്ചറസാണ്. അച്ഛന്മാരോട് പകവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടം നിറഞ്ഞൊരു കാര്യമാണെന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? പുരോഹിത പ്രമുഖനായ പ്രധാന പുരോഹിതനായ അനനിയാസ് പൗലോസിനെ വിധിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവന് ശക്തമായ ദണ്ഡനം കൊടുക്കണം, അവൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് അനനിയാസ് ഇങ്ങനെ നിൽക്കുകയാണ്, പ്രധാന പുരോഹിതൻ. ഉടനെ തന്നെ പൗലോസിന് ദേഷ്യം വന്നിട്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, വെള്ള പൂശിയ മതിലെ, നീ എന്ത് പരിപാടിയാണ് ചെയ്യണത്? വെള്ള പൂശിയ മതിലെ, നിന്നെ ദൈവം പ്രഹരിക്കും. ഉടനെ തന്നെ അടുത്ത് നിന്ന ആള്
പൗലോസ് അപ്പോസ്തലനോട് പറയാടാ, പ്രധാന പുരോഹിതനോടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പൗലോസ് ലീഗ പറഞ്ഞതെല്ലാം പിൻവലിച്ചിട്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഇദ്ദേഹം പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ പുരോഹിതനെ നീ ബഹുമാനിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 23-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സഹോദരങ്ങൾ, അച്ഛന്മാരുടെ അടുത്ത് അങ്ങനെയുള്ള ആരുടെയെങ്കിലും അടുത്ത് പ്രത്യേകിച്ച് കാരണം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ആരും പക വെച്ച് ഇരിക്കാനായി പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. ഇനി ഈ പക വെച്ച് പ്രതികരിക്കാനും അങ്ങനെ പോകാനും പാടില്ല, ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുമ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന 2-3 കാര്യങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകം നമുക്ക് പറഞ്ഞുതരാണ്. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം പരദൂഷണം, ഏഷണിയും. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പരദൂഷണം, ഏഷണിയും പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാം, നീ അവന് ചെവി കൊടുക്കരുത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുക. സമാധാനത്തിൽ കഴിഞ്ഞ് ഒരുപാട് പേരെ അത് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് പ്രതികാരം വരാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? വേറെ ആൾക്കാർ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ പരദൂഷണം, ഏഷണിയും ഇന്ന് നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഒരു കാര്യം കൂടി ഉണ്ട്, അപവാദം. 3 കാര്യങ്ങളാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്: പരദൂഷണം, ഏഷണി, അപവാദം. ഇത് 3 നടക്കുന്ന ഒരു സ്ഥലം ഏതാണെന്നറിയാമോ? ഇപ്പോൾ ഒരു വെർച്വൽ ചായക്കട ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതിനെ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയകൾ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണ്ട് ചായക്കടയിൽ സംസാരിച്ചിരുന്ന 5 പേരെ കേട്ടിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ പറയുന്ന പരദൂഷണം, ഏഷണി, ഏതെങ്കിലും ആളുകളെ പറ്റി അപവാദം നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 100 കണക്കിന് ആളുകളാണ് അത് കേൾക്കാൻ പോകുന്നത്. സമാധാനത്തിൽ കഴിഞ്ഞ് ഒരുപാട് പേരെ അത് നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ആവശ്യമില്ലാത്ത യൂട്യൂബ് ചാനലുകൾ, ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയകൾ നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ തലയിലേക്ക് അങ്ങ് കയറ്റി വയ്ക്കും. നമ്മുടെ സമാധാനം പോവും, നമ്മുടെ സ്വസ്ഥത പോവും. അബ്ദുൽ കലാം സാറ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പേപ്പർ എടുത്ത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം കാണുന്നത് തന്നെ പ്രതികാരത്തിൻ്റെ കഥകളാണ്, പകയുടെ കഥകളാണ്. ഇതിരുന്ന് നമ്മളിരുന്ന് വായിക്കുക. ഇപ്പം എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മുടെ മനസ്സ് അറിഞ്ഞോ അറിയാതെയോ ഇതിലേക്ക് അങ്ങ് ട്യൂണ്ടാവുക. നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിക്കുന്നതല്ല, ഇതിൻ്റെ ഡേഞ്ചർ പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ചില നമ്മുടെ ചർച്ചകൾ, ടി വിയിലുള്ള ചർച്ച, ഇത് മറ്റുള്ളവരിങ്ങനെ കുറ്റം പറയാം, ഏഷണി പറയാം. സത്യമാണെന്ന് നമുക്കറിയില്ലേ? നമ്മൾ വെറുതെ വിചാരിക്കുന്നതൊക്കെ സത്യമാണ്. നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പറയുന്ന എല്ലാം സത്യമാണെന്ന് നമ്മളങ്ങ് കരുതുകയാണ്. അത് സത്യമാണെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഏഷണി, പരദൂഷണം, അപവാദം. നീ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 12:18. ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതിന്ന് ഓടി അകന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ? സാധിക്കുന്നിടത്തോളം നിങ്ങൾ സമാധാനത്തിൽ പരസ്പരം ജീവിക്കുക. സാധിക്കുന്നിടത്തോളം. നമുക്ക് എന്തോരം പറ്റുന്നൊന്നും അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ വചനം പറയാം, എന്തോരം നിനക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നീ പോകാൻ പറ്റുന്നിടത്തോളം നീ സമാധാനത്തിൽ സഹോദരനുമായിട്ട് ജീവിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ സാധിക്കുന്നിടത്തോളം. ഇടവക വികാരച്ചനും മറ്റച്ഛന്മാരും സഹോദരങ്ങളും വൈദികരും സഭയും ഇടവകയും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും എല്ലാവരും ഒരുമിച്ച് സാധിക്കുന്നിടത്തോളം സമാധാനത്തിൽ വർത്തിക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ ഈ അപവാദമൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. ഇങ്ങനെയാണ് പറയുന്നത്. 28-ാമത്തെ അധ്യായം പ്രഭാഷകൻ 22-ാമത്തെ തിരുവചനം: നീ ദൈവഭക്തി കാണിക്കുക. ദൈവഭക്തൻ്റെ മേൽ ഏഷണി, പരദൂഷണം, അപവാദം. നിനക്ക് ഇതിൻ്റെ പേരിൽ പീഡ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവഭക്തന് ഈ കാര്യങ്ങളിലെല്ലാം എന്തു പ്രശ്നം ഉണ്ടായാലും ഈ കാര്യങ്ങളിലെ മേലുള്ള ശക്തി അവനായിരിക്കും കൂടുതൽ. വചനം എങ്ങനെയാണ് പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവഭക്തൻ്റെ മേൽ അതിന് അധികാരമില്ല, അവൻ അതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ വചനം പറയാം, ദൈവത്തിന് വിട്ടുകൊടുക്കുക. മർക്കൂസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം ദൈവം പറയാം, നീ ക്ഷമിക്കുക. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം, എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നുള്ള ചോദ്യത്തിന് കർത്താവ് മറുപടി പറഞ്ഞതാ. നിനക്കെന്താ ചെയ്യാൻ പറ്റുക? ഈ വചനത്തിന് നീ വിട്ടുകൊടുക്കുക. ദൈവഭക്തൻ്റെ മേൽ ഇതിനൊന്നും യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. പ്രിയമുള്ള മക്കളെ, സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ സമയം, ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പക ഉണ്ടോ? ആരുടെങ്കിലും വിരോധം ഉണ്ടോ? ആരെങ്കിലും ശപിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾക്ക് നാശം ഉണ്ടാവണം, അല്ലെങ്കിൽ കഷ്ടം ഉണ്ടാവണം, ചെറിയൊരു കഷ്ടമെങ്കിലും ഉണ്ടാവണം, അവനൊരു പാഠം പഠിക്കണം, അവന് കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാവണം, അങ്ങനെയുള്ള ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ
ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവെ, അവനോട് ക്ഷമിക്കണമേ. കാരണം ദൈവഭക്തന് വലിയൊരു അധികാരം നീ കൊടുത്തിരിക്കുകയാണ്. ഈ പക, വിദ്വേഷം, വെറുപ്പ് ഇതിനൊന്നും എൻ്റെ മേൽ അധികാരം ഉണ്ടാവില്ല. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം പറയാണ്, വിരോധം ദൈവകൃപ നിൻ്റെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തും. വിദ്വേഷം. അപ്പം ഇതെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ഈ കൃപ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കാം. പ്രതികാരം ദൈവത്തിൻ്റെതാണ്. അവിടുന്ന് അത് ചെയ്യും. 2 കുഞ്ഞുങ്ങൾ തല്ലുകൂടിയാൽ ആ കുട്ടികളോട് അമ്മയോ അപ്പനോ പറയും, മോനെ നീ ചെയ്യണ്ടടാ, നീ ഇനി ഇടികൂടണ്ട, ഞാൻ ചെയ്തോളാം. എന്നിട്ട് അപ്പനും അമ്മയും നീതിയായിട്ട് 2 പേർക്കും ചിലപ്പോൾ ചെറിയൊരു അടിയോ ഒരു പിച്ചോ എന്തെങ്കിലും വെച്ച് കൊടുക്കും. അല്ലേ? നീതിയാണ്. ദൈവം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിഷമമില്ല. ദൈവം ചെയ്യണം, അങ്ങനെ നമ്മൾ പറയുള്ളൂ. കാരണം ദൈവത്തിന് എന്നോട് സ്നേഹമാണ്, ദൈവത്തിന് എന്നെ അറിയാം. എന്നാൽ ഞാൻ ചെയ്ത തെറ്റിന് വലതുവശത്തെ കള്ളം പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത തെറ്റിന് നമുക്ക് കിട്ടുന്ന ശിക്ഷയാണത്. എന്നാൽ ഇവനോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവം ചെയ്യുമ്പോൾ കുഴപ്പമില്ല മക്കളെ. ഒരു അഭിഷേകം നിറയട്ടെ, ഈ കൃപ നിറയട്ടെ. പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.